ഓൾ മൈസെൽഫ് ഡോക്ടർ അഞ്ജലി. അപ്പോൾ ഞാൻ ഇന്ന് മറ്റൊരു ഇൻഫോർമേറ്റീവ് ഡെൻ്റൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഇടയിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ട് ഒരു പല്ലിന് കേടോ അല്ലെങ്കിൽ ഒരു പല്ലിന് വേദന വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ചിന്തിക്കുന്ന ഒരു ഡിസിഷനാണ് ആ പല്ലങ്ങ് എടുത്തു കളയാം എന്നുള്ളത്. ഞങ്ങൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു ഡിസിഷൻ ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ളൊരു ഡിസിഷനാണ്. ഇപ്പോഴും നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. കാരണം നിങ്ങളിപ്പം ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എക്സ്ട്രാക്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പല്ല് ഇപ്പോൾ ഒരു താഴത്തെ മോളാർ, താഴത്തെ അണപ്പല്ല് കൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ മേളിലുള്ള അണപ്പല്ലിനെ അത് ബാധിക്കും. മേളിലുള്ള പല്ല് ലൂസനാവാൻ തുടങ്ങും. അതിന് ഒരു തമ്മിലൊരു ബൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ലൂസനായിട്ട് അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പല്ലുകൾ തമ്മിൽ ലൂസനായിട്ട് ആ രണ്ട് പല്ലിന് കേടുപാട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നിങ്ങളുടെ ആ ഒരു ടൂത്തിൻ്റെ ഡിസ്ട്രക്ഷനാണ് ഒരു പല്ല് തന്നെ എടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതേസമയം നമ്മൾ ആ ഒരു പല്ലിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്രൗണിങ് ഒക്കെ ചെയ്ത് സേവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പല്ലിനെ കുറേ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Comment and subscribe.